കൊച്ചിന്റെ മുടി. ചാരു എന്തിനാണ് കഴിക്കണത്? കണ്ണിക്കുത്തി കണ്ണിക്കുത്തി. അമ്മു ചാരുന്റെ കണ്ണിക്കുത്തി. ചാരു എന്തിനാ കഴിക്കണ? ഇത് ലഡു ആണ്. അമ്മും പൊന്നും പരീക്ഷണ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയ ലഡു ആണ് ഗായ്സ്. നിന്നെ കാണിക്കണില്ല, നിന്റെ ലഡുവിന്റെ മുഖം കാണിക്ക. ഇതുപോലെ ഒരു ഷേപ്പിലുള്ള ലഡു ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇത് ഷേപ്പിന്റെ ഉടമസ്ഥ ഞാനാണ്. പൊന്നു ഉരുട്ടിട്ട് ഉരുളണ്ടേ. ഇത് ഇവിടെ ആദ്യം കൊണ്ടുവന്നപ്പോ ഞാൻ വിചാരിച്ച എന്തിനാണെന്ന് അറിയാമോ ചാരു? ഞാൻ വിചാരിച്ചു ചോളം മുറിച്ച് പുട്ട വെച്ചോണ്ടിരുന്നാണ് വിചാരിച്ചത്. ടേസ്റ്റ് ഉണ്ട്, ലഡുവിന്റെ ടേസ്റ്റ് ഉണ്ട്. എല്ലാരും ടേസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ടേസ്റ്റ് ചെയ്തല്ലേ? ദുഷ്ടത്തികൾ പരീക്ഷണം എല്ലാം നടത്തി ആർക്കും ഒരു കുഴപ്പമില്ലെന്ന് അറിഞ്ഞതിന് ശേഷം പൊന്നു പൊന്നു ഹാപ്പി വിഷു പൊന്നു. ഹാപ്പി വിഷു ഹാപ്പി വിഷു ഹാപ്പി വിഷു. തൊട്ടളവ് അതെങ്ങനെ ഇങ്ങനെയാണ് ചോദിച്ചു ഫ്രീസർ വെച്ചാണ് ഇങ്ങനെ. അപ്പൊ ഈ ലഡു മേക്ക് ചെയ്ത വിധം പറയാം. കടലമാവ് ഇൻഗ്രീഡിയൻസ് കടലമാവ്, ബേക്കിംഗ് സോഡ, മഞ്ഞൾപ്പൊടി, ഉപ്പ്, നെയ്യ്, പഞ്ചസാര, ഏലക്ക. അത് ആദ്യം കുഴയ്ക്കുമ്പോൾ കൂടും ഇല്ല, മൊത്തത്തിലുള്ള ഇൻഗ്രീഡിയൻസ് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്ത് ഈ കടലമാവില് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ വെള്ളം, സോഡ പൊടി ഉണ്ട്, ബേക്കിംഗ് സോഡ, ഇതെല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്ത് എങ്ങനെയാ എന്താ പറയുക, ദോശമാവിന്റെ ഒക്കെ ഒരു ഇതെത്തപ്പോഴത്തേക്കും നമ്മളിങ്ങനെ ചൂടെണ്ണയില് ഇതിങ്ങനെ ഹോളുള്ള ഇതുണ്ടല്ല, എന്റെ പേര് എനിക്ക് അറിഞ്ഞൂടാ. ഹോളല്ല തവി. അയ്യോ അച്ചപ്പോ അച്ചപ്പോ അല്ല, അച്ഛനാണ് ഉദ്ദേശിക്കാന്ന്. അല്ല മറ്റേ നമ്മള് മറ്റേ ആ സാധനത്തിന് പേര് ഞാൻ മറന്നു. ഒരു ഹോളുള്ള തവി. അത് തന്നെ. ആ സ്പൂണിൽ ഈ മാവ് ഇങ്ങനെ വെത്തിട്ട് ഇങ്ങനെ ആക്കുമ്പോഴത്തേക്ക് ആ ഹോളിനനുസരിച്ച് ഒരു ബോളായിട്ട് ഇതിനകത്ത് ഇടും. അതിനെ വറുത്തെടുത്തതിന് ശേഷം പഞ്ചസാരയിൽ കുറച്ച് വെള്ളമൊക്കെ വീട്ടി നല്ല കുറുക്കിയെടുക്കാം. 1 സ്ട്രിങ് അങ്ങനെ ആക്കി എടുത്തിട്ട് അതിനകത്തോട്ട് ഈ ചൂട് പഞ്ചസാര ലൈനിൽ വീട്ടിയിട്ട് ഏലക്കപ്പൊടി ഈ പഞ്ചസാര ലൈനിൽ കൂടെ തന്നെ ഇടും. നെയ്യും വീട്ടി കുഴച്ചങ്ങ് ഉരുട്ടി ഫ്രീസറിനകത്ത് വെച്ചങ്ങ് കഴിക്കില്ല. നമ്മൾ ഉരുണ്ടില്ല, നമ്മളതൊരു പാത്രത്തിന്റെ മെഷറിംഗ് കപ്പിനകത്ത് വെച്ച് പ്രസ് ചെയ്ത് അച്ചാക്കി ഇങ്ങനെ എടുത്ത് അത്രേ ഉള്ളൂ. എന്നാലോ ഹോളുള്ള തവിയുടെ പേരെന്തരടി? അയ്യോ ഞാൻ മറന്നു, എനിക്കറിയായിരുന്നു. ഞാൻ ഇവിടെ വന്ന് പറഞ്ഞാണ് ആ വാക്ക്. പറ ഹോളുള്ള തവിയുടെ പേരെന്താണ്? ചട്ടുകമല്ല. ചട്ടുകമല്ല, അത് ദോശ ഉണ്ടാക്കണ്ടേ. കിട്ടിയാ ഹോളുള്ള തവി. മാമി ഒരു അടുക്കള വർക്ക് ചെയ്യണ ആളാണ്. കണ്ണാപ്പ. അതാണ് ഞാൻ കായെന്ന് പറയുന്നത്. നീ കിണ്ടിന്നല്ലേ പറഞ്ഞ? സ്പൂണല്ലല്ലോ, പക്ഷെ ഹോളുള്ള തവി കിണ്ടിന്ന് പറഞ്ഞതാണ്. കണ്ണാപ്പ പോലത്തെ സാധനം സ്പൂണാണ്, പക്ഷെ പാത്രമല്ല. ഈ സ്പൂണിലല്ലേ ചെയ്തത്? തണ്ണാത്ര തവിയെ തായ്. ഇത് കൂടെ വലിയ പാത്രത്തിൽ റെഡി ഉണ്ടായിരിക്കരുത്. കൊള്ളാൻ എല്ലാം കൂടെ കേക്ക് ഹൽവ പോലെ. ഞാൻ ലൈക്ക് പറയാം, നീ ലൈക്ക് ഷെയർ നീ പറയണം, വീഡിയോ സബ്സ്ക്രൈബ് ഞാൻ പറയണം, ചാരി ബെൽ ബട്ടൺ പറയണേ. സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാം. ഇതേത് ഭാഷ? ബൈ ബൈ ടാറ്റാ.